കണ്ടിട്ട് സിയാറത്ത് ചെയ്യാനൊന്നും ഇപ്പം കഴിയുന്നു വരുന്നില്ല. ഏതായാലും മൊത്തത്തിൽ സിയാറത്ത് ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുള്ളൂ. പുരുഷന്മാർക്ക് എല്ലാ വക്കത്തിലും കയറി സിയാറത്ത് ചെയ്യാൻ പറ്റും. മയ്യത്ത് മറവ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ വക്കത്തിലും അവിടെ കയറാൻ പറ്റും. പറ്റുന്നവരൊക്കെ ആ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മക്കള് മാലിക് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരൊക്കെ വിശ്രമിക്കുന്ന, അത് ഏത് എവിടെ ചോദിച്ചാലും പറയാൻ നല്ല നിഗമനത്തിൽ പറയലാണ്. എല്ലാവരും അവിടെ ഉണ്ട്. ഏതായാലും മാലിക് റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് ഓരോരുത്തരും അവിടെ വിശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ സിയാറത്ത് ചെയ്യുക. അതൊന്നും വലിയ പ്രത്യേകിച്ചിട്ടൊരു അടയാളമൊന്നും അങ്ങനെ ഇല്ലെങ്കിലും ചെറിയൊരു അടയാളങ്ങളൊക്കെ ജനറ്റുമാകുകയുണ്ട്. അൻഹയുടെ സിയാറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും പ്രത്യേകം ഒരു പെട്ടിനുള്ളിൽ അവരാക്കിയിട്ടുണ്ടെന്ന് മാത്രം. എന്നാൽ ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യണം. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം റസൂലുള്ളാഹി തങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് സുബ്ബീഖുല്ലാഹുവിന്റെ തൊട്ടടുത്ത് റളിയല്ലാഹു ഇങ്ങനെ 3 പേരും അവിടെ വിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തങ്ങളുടെ വീട്ടിലാണ് അവർ 2 പേർ 3 പേർ ആ ബന്ധവും ആ സ്നേഹബന്ധമാണ് അവരെ ആ നിലക്ക് അല്ലാഹു തആല ഖബറിന്റെ അടുക്കലേക്ക് മുത്തനബിന്റെ ചാരത്ത് കൊണ്ടുവച്ച് പറഞ്ഞപ്പോൾ സമ്മതം ചോദിച്ചാൽ പറഞ്ഞത് ഹബീബിലേക്ക് ചേർത്തേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി നബി ഏറ്റെടുത്തതാണ് സുബ്ബീഖുല്ലാഹുവിന്റെ ശേഷം അമറുല്ലാഹു അൻഹു